H1B വിസ, അതേപോലെ അമേരിക്കൻ വിസ റെസ്ട്രിക്ഷൻസ്, ഈ സംഭവങ്ങൾ അമേരിക്ക അനൗൺസ് ചെയ്തപ്പോൾ ഞാനത് കുറച്ച് ഫോർകാസ്റ്റ് ചെയ്ത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. അത് ഇന്ത്യയെ ബാധിക്കും, ഇന്ത്യൻ അർബൻ പോപ്പുലേഷനെ ബാധിക്കും, ഇന്ത്യൻ IT കമ്പനിയെ ബാധിക്കും, അത് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇന്ത്യൻ മീഡിയയിൽ വരുന്നില്ല. പക്ഷേ ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ വീക്കിലി ഇൻ ഡീറ്റെയിൽ ആയി അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തു. അപ്പം ആ റിപ്പോർട്ട് തന്നെ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് അസംഷനായിട്ടും അനലൈസ് ചെയ്തൊന്നും പറയുന്നില്ല. ആ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഇൻഡെപ്തായിട്ട് അവരെവിടൊക്കെയാണ് ഇത് ബാധിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം അതാ ഏറ്റവും പ്രധാനമായി ഇന്ത്യക്ക് മോശമായ സമയം എന്ന് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇന്ത്യയെ കാര്യമായിട്ട് ബാധിച്ചു. ഇന്ത്യയുടെ ഫ്യൂച്ചർ ജനറേഷനെ അവരെ ബാധിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി അഡ്മിനിസ്ട്രേഷൻ, ട്രംപും ഒക്കെ സംസാരിച്ചിട്ട് പിന്നീട് ട്രംപ് പറഞ്ഞ് ചില റെസ്ട്രിക്ഷൻസ് മാറ്റുക, ചിലതിൻ്റെ അകത്ത് റിലാക്സേഷൻ വരികയാണ്. $1,00,000 എന്നത് ചില കാര്യങ്ങളുടെ അകത്ത് വിട്ടുവീഴ്ച ഉണ്ടാകും. പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ. അതായത് H1B വിസയുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കാര്യം എക്സ്പോസ് ആയിപ്പോയത് ഗ്ലോബലായിട്ട്. അതായത് അമേരിക്കയിൽ H1B വിസയിൽ 70% ഇന്ത്യക്കാരാണ്. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ബാക്കി 30% ലോകത്ത് ചൈന ഉൾപ്പെടെ മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളൂ. 70% ഇന്ത്യക്കാരാണ്. അത് 70% H1B വിസയിൽ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരാകുമ്പോഴത് ബാധിക്കും. നോർമലായ കാര്യമാണ്, അത് ബാധിക്കും. ഇന്ത്യൻ IT കമ്പനികളെ ബാധിച്ചു. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ മാസത്തെ അമേരിക്കയിലെ ജോബുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരുമ്പോൾ അവിടെ ജോബ് കൂടി. നാച്ചുറലായിട്ട് അവർ ലോക്കലായിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പേരിലാണ് ഒരു ജോബ് കൂടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇന്ത്യക്കാരെ ബാധിച്ചു. അറിയുന്ന കണക്കുകളനുസരിച്ച്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന കണക്കുകളനുസരിച്ച് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ 25% ഇന്ത്യക്കാരായി. അത് ക്രമമായിട്ട്, കാരണം വിസ റെസ്ട്രിക്ഷനും മറ്റ് പല രീതിയിലും അതങ്ങ് വെട്ടിച്ചുരുക്കി. അതിൻ്റെ പേരിൽ സ്റ്റുഡൻസ് കൂടുതലും പോകുന്ന ജർമ്മനിയിൽ 68% കൂടി. പിന്നീട് റഷ്യയിലോട്ട് കൂടി. റഷ്യയിലോട്ട് പഠിക്കാൻ പോകുന്ന, ഇതേപോലെ ഭയങ്കര സ്റ്റഡീസിന് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന എണ്ണവും കൂടി ചെറിയ രീതിയിൽ ഫ്രാൻസിലും കൂടിയിട്ടുണ്ട്, സർജ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാരൻ. ഈ അമേരിക്കയുടെ ഈ H1B വിസയും അതുള്ള വിസ റെസ്ട്രിക്ഷനും വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത ഇൻട്രസ്റ്റിംഗ്, കാനഡ കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. ശരിക്കൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തു, ഭയങ്കര കൺഡൗൺ ചെയ്തു. 4-1 പോകുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇല്ലാതായിപ്പോയി. വലിയ കടുത്തറി രീതിയിൽ കാനഡ റെസ്ട്രിക്റ്റ് ചെയ്തു. UK റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന്, പിന്നെ 6% ലെവിയും കൊണ്ടുവന്നു. നേരത്തെ 2 years കോഴ്സ് അത് 18 മാസമാക്കി. ഓസ്ട്രേലിയ അവിടെ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ഈ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരെയാണ്. മറ്റുള്ള രാജ്യക്കാരെ ഇത് എഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളെ പറ്റി, പ്രത്യേകിച്ച് അർബൻ ക്ലാസ്സാണ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത്. ഇന്നും അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അർബൻ ക്ലാസിൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. അമേരിക്കയിൽ പോയി പഠിക്കുക, അവിടെ ജോലി കിട്ടുക, പണം സമ്പാദിക്കുക, ഇതൊക്കെ വലിയ സംഭവമാണ്. അപ്പം അതിനകത്ത് ഗ്രീൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നത്, അതായത് ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു IT കമ്പനി ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു ശമ്പളവും, ഇതേ ജോലി ചെയ്യുന്ന ബാംഗ്ലൂർ ജോലി, ഹൈദരാബാദിലോ ഡൽഹി ജോലി അതിൻ്റെ 4 കിട്ടുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത്, ഇവർ ഈ അമേരിക്കൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്സോഴ്സിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നവർ, ഞാൻ ഈ പറയുന്ന കോൾ സെൻറ്റേഴ്സിൻ്റെ കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ലൈഫിൻ്റെ ഒരു ഡെസ്റ്റിനേഷനാണ് അമേരിക്ക. അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാതായി വലിയ ഡിസപ്പോയിൻറ്റഡ് ആവും. ഇത് ഈ പറയുന്നത് ഈ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് 1.5 മാസത്തിനുള്ളിലുള്ള പ്രശ്നമാണ്. ഇന്ത്യയിലുള്ള പണത്തിൻ്റെ വരവ് കുറഞ്ഞു. ഉറപ്പായിട്ടും അത് ഇന്ത്യൻ ബാങ്കുകളെ ബാധിക്കും. എല്ലാവരും EMI എടുത്ത് മറ്റുള്ള സംഭവങ്ങൾക്ക് 3% ഇന്ത്യയുടെ GDP-യുടെ
അതായത് റെമിറ്റൻസ് എന്ന് പറയുന്നത് ഈ ഫോറിനിൽ നിന്ന് വരുന്ന പണമാണ്. അത് ബാധിച്ചു. അത് ഞാൻ പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് ട്രംപും മോദിയും തമ്മിലുള്ള ഇഷ്യൂവിൽ എവിടെയൊക്കെയാണ് സാധാരണക്കാരനെ ബാധിക്കാൻ തുടങ്ങിയത്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ. മറ്റൊരു കാര്യം നിങ്ങൾ നോക്കുക, ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള കാര്യം, പല കമ്പനികളും, ഇന്ത്യൻ കമ്പനികളും അവർക്ക് ലോട്ടറി ആയിട്ട് കിട്ടിയ H1B വിസ, അത് അവർ പൂർണ്ണമായിട്ട് അവർ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പം ഇൻഫോസിസ് ആണെങ്കിലും TCS ആണെങ്കിലും അതേപോലെ ഇന്ത്യക്കാരെ വെച്ച് ജോലി ചെയ്യുന്ന മെറ്റയാണെങ്കിലും ഈ കമ്പനികൾ ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞു അവരിനി അവിടെയുള്ള എക്സിസ്റ്റ് ആയിട്ടുള്ള H1B വിസക്കാരുടെ റിന്യൂവൽ നടത്തില്ല. ഏറ്റവും ആവശ്യമുള്ളവരുടെ കാര്യം മാത്രമേ അവരെടുക്കുകയുള്ളൂ, ബാക്കിയുള്ള അവരെ അമേരിക്കൻ ലോക്കൽസിനെ എടുക്കുകയുള്ളൂ. ഇത് ഈ പറയുന്ന IT കമ്പനിയുമായിട്ട് പ്രസിഡന്റ് ട്രംപ് നടത്തിയതിൻ്റെ ടോക്സിനകത്തുണ്ടായ സംഭവത്തിലാണ് H1B വിസ. അതുപോലെ മോദി ട്രംപ് ഇഷ്യൂ ആണ് ഇത്ര പെട്ടെന്നത് എസ്കലേറ്റ് ചെയ്ത് അയാൾ ഈ ബാൻ കൊണ്ടുവരും. ശരിക്കും ബാധിച്ചു. ഇത് സാധാരണ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഡെപ്തായിട്ട് മനസ്സിലായിട്ടില്ല, പക്ഷെ അത് ബാധിച്ചു. ഇനി ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയാം. ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ളൊരു വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. എൻജിനീയറിങ് കഴിഞ്ഞിട്ടും മാസ്റ്റേഴ്സ് ആണെങ്കിലും മറ്റുള്ള പരിപാടിക്കൊക്കെ അമേരിക്കയിൽ പോയി അവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് അവിടെ H1B വിസയായിട്ട് ജോലി, പിന്നെ ഗ്രീൻ കാർഡ്, പിന്നെ അവിടെ കല്യാണം കഴിക്കും. അവരുടെ ഡ്രീമാണ് ഈ സംഭവം. അതാണ് അമേരിക്കൻ ലൈഫ് സ്റ്റൈലോ അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത്. കാരണം ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. കാരണം ഓപ്പർച്യൂണിറ്റി ഉള്ളതിന് ലോകത്ത് വളരാൻ പറ്റിയ ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രമാണ്, സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ടാണ് ഇത്രയും പേര് അമേരിക്കൻ ഡ്രീമുമായിട്ട് പോകുന്നത്. അത് ഗ്രാജുവലായിട്ട് ആ പ്രോസസ്സ് ഇല്ലാതാവുകയാണ്. എന്നിട്ട് ഈ പ്രോസസ്സ് ഇല്ലാതായ ശേഷം ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ അതിന് വളർച്ച ഉണ്ടായിട്ടില്ല. ഇവർ മറ്റുള്ള രാജ്യത്തോട്ട്, അതായത് നമ്മുടെ ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ, അതായത് ഇവിടെ ബ്രെയിൻ മറ്റുള്ള രാജ്യത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന ബ്രെയിൻ ഈ പറയുന്ന തിരിച്ചു വരുന്ന പല ആൾക്കാരും പറഞ്ഞു, സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു ഇവരൊക്കെ ഇന്ത്യയിൽ വന്ന് പഠിച്ച് അവർ ഇന്ത്യയിൽ നിൽക്കത്തില്ല. കാരണം അവർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുവാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. അതാണ് എൻ്റെ കാര്യം. ഇപ്പം ബാംഗ്ലൂരാണെങ്കിൽ IT സെക്ടറിൽ 5-6 വർഷം വർക്ക് ചെയ്യുന്നവരും ഡൽഹി വർക്ക് ചെയ്യുന്നവർ അവരുടെയും ഡെസ്റ്റിനേഷൻ ഇന്ത്യക്ക് പുറത്താണ്, ഇന്ത്യക്കകത്തല്ല. ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ കഴിയും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അവർക്കെല്ലാം ഫോറിൻ ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ റഷ്യയിലോട്ട് കയറുകയാണ്. റഷ്യ ഒരു യൂറോപ്പും അമേരിക്കയായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലൊക്കെ കിട്ടുന്ന രാജ്യമാണ്. ഈ പറയുന്ന വലിയ ശമ്പളമൊന്നും കിട്ടുന്നതൊന്നുമില്ല. ഇപ്പോൾ ഓഫ് ഷോർ വർക്കുമായിട്ട് സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇവിടുത്തെ അത്രയും സാലറി ഒന്നുമില്ല, പക്ഷെ അവർക്ക് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിനോട് താല്പര്യം. ഇപ്പം ആദ്യം പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ വിട്ട് ഈ പറയുന്ന വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലിനെ കോപ്പി ചെയ്ത് ജീവിക്കാനുള്ള താല്പര്യം. അതിലോട്ടാണ് ഇന്ത്യ പോകുന്നത്. നമ്മൾ 1000 വർഷം 5000 വർഷം സംസ്കാരമൊക്കെ പറയുന്ന ചില കുരങ്ങന്മാരും മനസ്സിലാക്കണം, ഇന്നത്തെ ജനറേഷനൊന്നും 5000-1000 വർഷം സംഭവങ്ങൾ. അപ്പം ഇന്നത്തെ എങ്ങനെയാണ് ജീവിക്കുന്നത് അതാണ് അവർ മാറ്റർ ചെയ്യുന്നത്. സംസ്കൃതിയും അതും ഇതും പുല്ലും ഒന്നും നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ട. ആളുകൾക്ക് വേണ്ടത് അവൻ്റേത് മോഡേണിറ്റി ആയിട്ടുള്ളൊരു കൾച്ചർ, ആ ഒരു ലൈഫ് സ്റ്റൈല്. ഇപ്പം അമേരിക്കയിൽ നിന്ന് വിട്ടു കാനഡയിൽ പോകാൻ പറ്റത്തില്ല, UK പോകാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഓസ്ട്രേലിയ റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചവർ ജർമ്മനി പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ജർമ്മനി റെസ്ട്രിക്ഷൻ ആവും, ഫ്രാൻസിൽ റെസ്ട്രിക്ഷൻ ആവും. കുറച്ച് വളരെയധികം ആൾക്കാർ റഷ്യയിലോട്ട് പോകുന്നു. ഇനി നോക്കുമ്പോൾ മാറുന്നൊരു കാര്യം എന്ന് പറയുന്നു. അതായത് മനസ്സിലാക്കേണ്ടത്, ഇവരൊന്നും ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം ഒരു താല്പര്യമില്ല. ഇന്ത്യയെ വന്ന് ജോലി ചെയ്ത് ഇന്ത്യയെ പടുത്തുയർത്തുക, മുന്നോട്ട് നയിക്കുക, അതിനോട് താല്പര്യമില്ല. അതാണ് ബേസിക്കലി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ നാഷണലിസം എന്ന് പറയുന്ന ഈ തുള്ളിച്ചാടുന്ന ഹൈപ്പർ നാഷണലിസ്റ്റുകൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇന്ത്യയോട് താല്പര്യമില്ലാത്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എല്ലാം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ
ട്രംപ് മോദി ബന്ധത്തിൽ അൾട്ടിമേറ്റ്ലി പ്രശ്നം ഉണ്ടായിരിക്കുന്നതും, അതായത് സ്ഥിതിവിശേഷം ഏറ്റവും മോശമായിട്ടുള്ളത് ഇന്ത്യക്ക് തന്നെയാണ്. ഇതാണ് ഞാൻ ഡേ വൺ ഓൺവേർഡ്സ് പറയുന്നത്. ഇത് ഈ പറയുന്ന ട്രംപ് പറഞ്ഞു സംഭവം ശരിയാണ്, ഞങ്ങൾ ബന്ധമാണ്, എൻ്റെ സുഹൃത്താണ്, ആ റെസ്ട്രിക്ഷൻ റിലാക്സ്, ഈ പുല്ലൊന്നും നടന്നിട്ടില്ല. പല ഇന്ത്യക്കാരായ ചെറുപ്പക്കാർക്കും അവിടെ ജോലി നഷ്ടപ്പെട്ടു. അവിടുത്തെ കമ്പനി, അമേരിക്കൻ കമ്പനികൾ വളരെ സ്മാർട്ടായിട്ട് ഇത് കൈകാര്യം അവരോട് ഒന്ന് പറയും, നിങ്ങൾക്ക് വേണേൽ 3-4 മാസം കൂടി ഇവിടെ നിൽക്കാം, വേറെ ജോലി നോക്കാം. ആ രീതി പല ആൾക്കാരും വിസ എക്സ്പയറി കഴിഞ്ഞിട്ട് പോലും എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയും പെടാപ്പാടുപെടുകയാണ്. അതായത് ജോലി പല ആൾക്കാർക്കും പോയി. അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലോട്ട് ഈ പറയുന്ന റെമിറ്റൻസിൻ്റെ അളവ് കുറയുന്നു. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാരും ഗ്രീൻ കാർഡുള്ള പല ആളുകളും അമേരിക്കയിൽ നിന്നൊന്നും ഇന്ത്യയിലോട്ട് വരാൻ ഭയമാണ്, തിരിച്ചവിടെ കയറ്റത്തില്ല എന്നുള്ള ഭയം. ഇത് നിലനിൽക്കും, മനസ്സിലാക്കുക. ഇതാണ് സ്ഥിതിവിശേഷം. അതായത് അമേരിക്ക ഇന്ത്യ ബന്ധം കൊണ്ട് അൾട്ടിമേറ്റ്ലി ഇന്ത്യക്കാണ് നഷ്ടമുണ്ടായത്, ഇന്ത്യൻ ചെറുപ്പക്കാർക്ക് നഷ്ടമുണ്ടായി. അതേപോലെ തന്നെ ഇന്ത്യക്ക് ഇതുകൊണ്ട് യാതൊരു ലാഭവും ഉണ്ടായില്ല, കടുത്ത നഷ്ടം തന്നെ ഉണ്ടായത്. ഇവരൊന്നും ഇന്ത്യ വരാൻ താല്പര്യമില്ല. അത് ആണ് കാരണം. അത് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇവർക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയുന്നില്ല. അതേപോലെ ഇന്ത്യൻ IT കമ്പനികൾ വളരെ മോശമായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിലും, കാരണം അമേരിക്കൻ ക്ലയൻസുകൾ പലതും ഈ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ലേബർ, ഈ ജോലിക്കാർ മുഴുവനും ഇല്ലാതായതിൻ്റെ പേരിൽ അത് ഇന്ത്യൻ IT കമ്പനിയും ബാധിക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ഇഷ്യൂ ആണ് ഇത് നടക്കുന്നത്. ഇതിനൊരു എന്താണ് പ്രതിക്രിയ, എന്താണ് പരിഹാരം എന്നതിനെ പറ്റിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം.